ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും അതുപോലെ നമ്മുടെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ശനിയാഴ്ചത്തെ വീഡിയോ ആണിത് കേട്ടോ. ശനിയാഴ്ച ഞാൻ ഇവിടെ നോൺ വെജൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തുകാരും ശനിയാഴ്ച ദിവസം നോൺ വെജൊന്നും കഴിക്കാറില്ല. ഇവിടെ ഹനുമാനും ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണിന്ന്. അമ്പലങ്ങളിലെല്ലാം നല്ല തിരക്കായിരിക്കും ഹനുമാൻ്റെ അമ്പലത്തിലൊക്കെ. ഹനുമാന് ശനിദോഷമുള്ളവരൊക്കെ ഈ വെറ്റിലമാലയല്ല, എരിക്കിൻ്റെ മാലയാണ് ഇവിടെ സാധാരണ കാണുന്നത്. എരിക്കിൻ്റെ മാല ചാർത്തി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ശനിദോഷമുള്ളവരെല്ലാം മിക്കവാറും അമ്പലങ്ങളിൽ വരാറുണ്ട്. പക്ഷേ നമ്മൾ സ്ത്രീകൾക്ക് മാല ചേർത്തി തൊഴാനൊന്നും പറ്റില്ല. അത് നാട്ടിൽ നമ്മളൊരമ്പലത്തിലും കയറാറില്ല. പക്ഷേ ഇവിടെ ബാക്കിയുള്ള അമ്പലങ്ങളിൽ അകത്തൊക്കെ കയറി തൊഴാറുണ്ടെങ്കിലും ഹനുമാൻ്റെ അമ്പലത്തിൽ ആരും അകത്ത് കയറി തൊഴാറില്ല. അതിൽ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതൊരു പുണ്യഭൂമിയാണെന്നല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും വലിയ ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട്. ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും അധികം പൂജാരികളൊന്നും കാണാറില്ല. എന്നാൽ വലിയ ക്ഷേത്രങ്ങളിൽ നല്ല ഒരുപാട് പൂജാരികൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ത്രംബകേശ്വർ അതുപോലൊക്കെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ പൂജാരികളുണ്ട്. നമുക്ക് അകത്തോട്ട് കയറാനൊന്നും പറ്റത്തില്ല അങ്ങനെ. പക്ഷേ ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഇപ്പം ഹനുമാൻ്റെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മാല ചാർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഈ പരികർമ്മികളെന്ന് പറയത്തില്ല, അവിടെ വിളക്ക് കത്തിക്കാനൊക്കെ വരുന്ന അവർ ഇട്ട് കൊടുക്കും. നമ്മൾ പറഞ്ഞാൽ അവർ ചാർത്തി തരും. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഇവിടെയൊക്കെ. ഇത് ഞാൻ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കിയൊരു ചാറുകറിയാണ് കേട്ടോ. ഇവിടെ തേങ്ങയുടെ നല്ല വില കൂടുതലാണ്, 60-70 രൂപയൊക്കെയാണ്. അപ്പോൾ അധികം തേങ്ങ വാങ്ങിക്കാറില്ല. അപ്പോൾ തേങ്ങ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ വെച്ചത്. പരിപ്പും ഈ ബോപ്ല എന്ന് പറയും ഇതിന്, തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ വേവിച്ചിട്ട് അതിന് ശേഷം ഇത് കടുക് താളിച്ചിടും. അതിൽ താളിക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ കൂടെ ചേർത്ത് താളിച്ചിടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു കറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.